ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പൊണ്ണുമ്മ വ്ളോഗ്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കണതേ ഒരു മുരിങ്ങയില തോരനാണ് കേട്ടോ. നല്ല ഹെൽത്തിയും പോഷക ഗുണവുമുള്ള നല്ല ടേസ്റ്റുമായ ഒരു മുരിങ്ങയില തോരനാട്ടോ ഞാൻ കാണിക്കണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. മുരിങ്ങൻ്റെ എല്ലാം പറിച്ചാൻ വേണ്ടി കയറുക കേട്ടോ. മതി മതി. അപ്പോളേ നമ്മൾ മരത്തുമ്പോൾ കയറി പറിച്ചെടുത്ത മുരിങ്ങയിലൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മുരിങ്ങയിലയുണ്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് അടച്ചു വെച്ചേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനമേ തേങ്ങ, പച്ചമുളക്, ചീരുള്ളി, അതായത് ചെറിയുള്ളി. അപ്പോൾ ഇനി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. നമുക്ക് ചതച്ചെടുത്ത് വരാം കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണ്ട. ഇളക്കി വീണ്ടും അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതേ 2 കോഴിമുട്ട കേട്ടോ. ലേശം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കുക. ഇനി നമ്മൾ ഈ കോഴിമുട്ട ഉണ്ടല്ലോ അത് ഇതിലിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നേരത്തെ ഉടച്ച് വെച്ച് കോഴിമുട്ടില്ലേ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ.
അപ്പോൾ നമ്മളെ കൊണ്ടിട്ടതാണ് നന്നായിട്ട് ഇളകി വന്നേ. ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് യോജിപ്പിക്കുക. കോഴിമുട്ടയും മുരിങ്ങൻ്റെ ഇലയും കൂടി എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട ചേർത്തത്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് തേങ്ങയില്ല, തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടത്. അപ്പോൾ നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചതച്ച് വെച്ച. ഇനി ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 2 മിനിറ്റും കൂടി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവാൻ വെക്കണം. അപ്പം നമ്മുടെ മുരിങ്ങയിലത്തോരന് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മുരിങ്ങയിലത്തോരനെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്.